കാലിൽ നഖം വെട്ടിയപ്പോഴാണ് ഓർത്തെ എൻ്റെ കാല് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. എന്ത് ചെയ്യാനാ, ഇന്നത്തെ കാലത്ത് ഒരു ബ്യൂട്ടി പാർലറിൽ പോയി സ്പാ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ്. പക്ഷേ എൻ്റെ കയ്യിൽ ചെറിയ വഴികളുണ്ട്. എൻ്റെ മുത്തശ്ശി പണ്ട് എനിക്കത് പറഞ്ഞു തന്ന കുറച്ച് ടിപ്സ് ഉണ്ട്. അതൊന്ന് നമുക്ക് നോക്കിയാലോ? അതിന് വേണ്ട സാധനങ്ങൾ അകത്തുണ്ടോ എന്ന് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ, എന്നിട്ട് നമുക്കത് ട്രൈ ചെയ്യാം. വയോ. ഇപ്പം സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സിമ്പിൾ പരിപാടിയാണ്, ഞാൻ പറഞ്ഞുതരാം. ആദ്യം വേണ്ടത് കസ്റ്റേർഡ് ഓയിൽ. പിന്നെ ഒന്നും തോന്നരുത് കേട്ടോ, ഇവിടെ വലിയ പാത്രത്തിൽ അരിപ്പൊടി ആയതുകൊണ്ട് ഞാൻ ഈ ചെറിയ കവറിലേട്ട് എടുത്തതാണ്. പിന്നെ മുട്ട, നാരങ്ങ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു 5-6 ഡ്രോപ്സ് ആവണക്കെണ്ണയും 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും പിന്നെ എഗ്ഗിൻ്റെ വൈറ്റ് പറ്റുള്ളൂ, യെല്ലോ പറ്റില്ല കേട്ടോ, വൈറ്റും കൂടെ. ഇതെല്ലാം കൂടെ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കുക. ഒരു കുറച്ച് നേരം ഇരുന്ന് ഒന്ന് തണുത്തോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്നറിയാമോ? നമ്മുടെ കാല് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വയ്ക്കുക. അതൊന്ന് സെറ്റായി കഴിഞ്ഞ് വരുമ്പോൾ വൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, അത് കാല് പുരട്ടുക. ഒരു 10-15 മിനിറ്റിന് ശേഷം നല്ലോണം കഴുകി കളയുക. ഇത് ദിവസത്തിൽ രാവിലെ വൈകുന്നേരം നമുക്ക് ഇഷ്ടമുള്ള സമയമാണ്. നമ്മൾ ജോലി തിരക്കൊക്കെ കാരണം എപ്പോഴാണ് ഫ്രീ ആവണമെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു സമയത്ത് ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം, ആ ടൈമിൽ ഇത് ചെയ്യുക. എന്നിട്ട് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. എന്താണേലും നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം ഇതിലത്തെ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അത്രയ്ക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ട്രൈ ചെയ്ത് നോക്ക്. പോവണ്ട, നമുക്ക് വേറെ ടിപ്സ് കൊണ്ട് വായോ. ഇത് കണ്ടോ, നമ്മുടെ പറമ്പിലുണ്ടായ നല്ല നാടൻ കൊലയാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ പറയാൻ പോണ ടിപ്പിന് ഇതല്ല വേണ്ടത്. ഏത്തപ്പഴം ഇല്ലേ, അതാണ് വേണ്ടത്. പക്ഷെ അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല പഴുത്ത ഏത്തപ്പഴം നോക്കി വേണം എടുക്കാൻ. അതല്ലാത്ത എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഒരു ആസിഡ് നമുക്ക് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും തരുന്നത്. അതുകൊണ്ട് നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ട് നല്ല ഓണം മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ അകത്തിട്ട് അവക്കാഡോ ഇല്ലേ, അവക്കാഡോ ഒരു ഹാഫ് എടുത്തിട്ട് അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ബ്ലെൻഡാക്കി ഒരു ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു പതേണ രൂപത്തിലാക്കി എടുക്കുക. എന്നിട്ട് കാലിൽ ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് പരട്ടി ഒരു 20 മിനിറ്റ് ഒന്ന് അതിനൊന്ന് ലീവ് ചെയ്ത് വിടുക. അതിനുശേഷം കഴുകിക്കളയുക. ഇതും കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്നറിയുമോ? നമ്മുടെ വരണ്ട കാലുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നല്ല സോഫ്റ്റ് ആവും. ആ ഒരു വരൾച്ചയൊക്കെ മാറി കാല് അടിപൊളിയാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്താണേലും ഉറപ്പാണ് സെറ്റായിട്ടുണ്ടാവും. ഇത് മാത്രം പോരല്ലോ, വേറെയുണ്ട്, വാ. ഞാനിപ്പോൾ ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ ഇല്ലേ, ഇതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. വാസ്ലിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിന് എന്തുമാത്രം ബെനിഫിറ്റ് ഉണ്ടെന്നറിയാവോ? പ്രത്യേകിച്ച് നമ്മുടെ കാലുകൾ സോഫ്റ്റ് ആക്കാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വാസ്ലിനും കുറച്ച് എണ്ണയും കൂടെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു കുഴമ്പ് പരുവാവുന്നോടം വരെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ടൊരു കുറച്ച് നേരം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ കാലിൽ ദിവസവും പരട്ടെ. ഒരു 2 ആഴ്ച അടുപ്പിച്ചൊന്ന് പരട്ടി നോക്ക്. കുളിക്കുന്നതിന് മുമ്പും ഉറങ്ങുന്നതിന് മുമ്പൊക്കെ ഇന്നൊന്ന് പരട്ടി നോക്ക്. നല്ല വ്യത്യാസം ഉണ്ടാവും, കാല് നല്ല സോഫ്റ്റ് ആവും. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ AC ഒക്കെ ഉപയോഗിച്ചിട്ട് കാല് ഭയങ്കര തൊലി പൊളിഞ്ഞു പോകുന്നുണ്ട്, വരണ്ടു പോകുന്നുണ്ട്, സോഫ്റ്റ്നെസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പരാതികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം AC-ൻ്റെ അടിയിൽ കിടക്കുമ്പോൾ ഈ തണുപ്പടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിന് അത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വാസ്ലിനോ എണ്ണയോ ഇല്ലെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസറോ കാലിൽ നല്ലവണ്ണം പരട്ടിയിട്ട് സോക്സ് ഇട്ടിട്ട് വേണം കിടന്നുറങ്ങാൻ. അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ തണുപ്പ് കാലിൽ അടിക്കുകയില്ല, ആ വരണ്ടതെല്ലാം മാറി കാല് നല്ല സോഫ്റ്റ് ആവും. എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഞാൻ തേൻ വെച്ചിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. വളരെ സിമ്പിളാണ്, വേറൊന്നുമില്ല. ഒരു ബക്കറ്റ് ഇളം ചൂടുവെള്ളത്തിൻ്റെ അകത്തിട്ട് കുറച്ച് തേൻ ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കണം. എന്നിട്ട് ഒരു 20 മിനിറ്റ് നമ്മുടെ കാലതിൽ മുക്കി വെക്കണം. ശേഷം കുറേ സ്പോഞ്ച് ഉണ്ടല്ലോ, എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ടാവും, അത് വെച്ചിട്ട് കാല് നല്ല വൃത്തിയായിട്ട് കഴുകണം. ഇത് ഭയങ്കര നല്ലതാണ്, കാല് ഭയങ്കര സോഫ്റ്റ് ആവും. കാരണം എന്താണെന്നറിയാമോ? ഈ തേനിൻ്റെ അകത്തൊരു മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്, അത് അണുനാശിനി കൂടിയാണ്. മാത്രമല്ല നമ്മൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് തേൻ. മരുന്നായിട്ട് ഉപയോഗിക്കും. ഇതിനെല്ലാത്തിനും വരെ നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും തേൻ വീട്ടിൽ മേടിച്ച് വയ്ക്കണം, വളരെ നല്ലതാട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ടിപ്പും കൂടെ പറഞ്ഞു തരാനുണ്ടല്ലേ, ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ ഇന്ന് ഡയറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഞാനും ഡയറ്റിങ്ങിലൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫുഡ് എന്താണെന്നറിയാമോ? ഓട്സ് ആണ്.
അത് വെച്ചിട്ടൊരു ടിപ്പ് നമുക്ക് നോക്കിയാലോ. ഓട്സ് 2 ടീസ്പൂൺ എടുത്തിട്ട് നല്ലോണം പൊടിച്ചെടുക്കണം. അതിൻ്റെ അകത്തായിട്ട് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ആക്കണം. ആ മിക്സ് ആകുന്ന ടൈമിൽ എങ്ങാനും അത് ഡ്രൈ ആയിപ്പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒലിവ് ഓയിൽ ചേർത്താൽ മതി. എന്നിട്ട് കാല് നല്ലോണം പുരട്ടുക. ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കാല് കഴുകിക്കോ. ഈ ഒലിവ് ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കാലിന് നല്ല നിറം വെപ്പിക്കും. ഈ ഓട്സ് ആണെങ്കിലോ നല്ല മൃദുവാക്കും. ഇത് രണ്ടും അടിപൊളിയാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഇനി കാല് വരണ്ടു പോയി, കാല് സോഫ്റ്റ് അല്ല എന്ന് പറഞ്ഞ് ആരും വരണ്ട. എനിക്കറിയുന്ന ടിപ്പെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.